കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ആടുവള്ളി മോഹു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഏറ്റവും വലിയ അത്ഭുതമായി ഞാൻ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഭഗവാൻ തെളിച്ച വിളക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രതിഷ്ഠ കഴിഞ്ഞ ക്ഷേത്രം വേറെ ഉണ്ടായിരിക്കാം, പക്ഷെ ആ വിളക്ക് തെളിച്ചത് അത് ആ കാളിപാറ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. തീർന്നില്ല. ഇന്നും ഒരു ഉത്സവം നടത്തുമ്പോൾ ആയിരക്കണക്കിന് പേരല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും വന്ന് ഈ മലമുകളിൽ കയറി പൊങ്കാലയർപ്പിച്ച് അന്നദാനവും കഴിച്ചു പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത്ഭുതമെന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ ചുരുക്കം 4-5 വ്യക്തികളുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം മുകളിലെത്തുന്നത്. നിസ്സാരമല്ല. കുടിവെള്ളം വരെ അങ്ങനെ എത്തിച്ച് അവിടെ വച്ച് അന്നം പാചകം ചെയ്ത് അത് പ്രസാദമായി സ്വീകരിച്ച് പോകാൻ മനസ്സുള്ള കുറച്ച് ആൾക്കാർ അവിടെ എത്തുക. ഇതൊരു അത്ഭുതമല്ലേ? കാരണം ഭക്ഷണമില്ലാത്തവരല്ല ഇന്ന് വരുന്നത്. ഈ കാളിപാറയെ സംബന്ധിച്ചിടത്തോളം കാളിപാറ ചില ആൾക്കാരുടെ ചിലപ്പോൾ രീതി ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുവാൻ്റെ ദിവസം കഴിഞ്ഞു പോയി ഉറപ്പാണ്. അതിന് ഒരു സംശയം. ഇത് ഇത്രൻ്റെ 10-1 ഭാഗം ചൈതന്യമില്ലാത്ത സ്ഥലങ്ങളാണ് പല ആൾക്കാർ ഇതിനേക്കാൾ ഇതാക്കി മാറ്റിയിട്ടുള്ളത്. ചൈതന്യ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ഒരു പുണ്യ, അതും മലമുകളിൽ പാറയുടെ മുകളിൽ അമ്പലം. തീർച്ചയായിട്ടും അതും അത്ര ചൈതന്യവത്തായ, അതും ഭഗവാൻ ആ ചൈതന്യം കണ്ടിട്ട് അവിടെ തിരിച്ചറിഞ്ഞ് അവിടെ വന്ന് അതിനെ വേണ്ട ചൈതന്യം, അവിടെയുള്ള കേടെല്ലാം മാറ്റി ചൈതന്യവത്താക്കിയിട്ട് അതാണ് ദീപം തെളിയിച്ചത്. ദീപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടിനെ മാറ്റി പ്രകാശം കൊടുത്തിട്ട് പോയാൽ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഇരുട്ടിനെ മാറ്റി പ്രകാശം ഉള്ള ആ സ്ഥലം ശരിക്ക് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ ഒന്നുമല്ലെന്നാണ്. അത്ര മഹത്തായ സ്ഥലമാണത്. ആ സ്ഥലത്തിൽ ഒരു ദിവസമെങ്കിലും പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതാണ് അവിടെ ഒരു ദിവസമെങ്കിലും ആ കാളിപാറ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആൾ മനസ്സിലാവും അവിടുത്തെ ചൈതന്യം എന്താണെന്നുള്ളത്. അവിടെ ചെന്ന് ഇരുന്നാലേ അത് മനസ്സിലാവും. 2 മിനിറ്റ് ഇത്രയും നമ്മൾ ക്ഷീണിച്ച് നമ്മൾ 2 മിനിറ്റ് ഇരിക്കുമ്പോൾ വേറൊരു അനുഭൂതി, വേറൊരു ലോകത്ത് എത്തി, വേറൊരു അനുഭൂതിയാണ്. നമ്മളൊരു എനർജറ്റിക് ആക്കിയാണ്. മനസ്സിലായി? അതിന്റെ പിന്നിലെ പ്രേരണ ശക്തി ഇതാണ്. അതിന് ഒരു സംശയം വേണ്ട, ഒരു സംശയം ഒന്നും പ്രത്യക്ഷ. കാരണം വെച്ചാല് ഈ അവിടെ ഇപ്പൊ അന്നദാനം കഴിക്കാൻ വരുന്നു എന്ന് പറയുന്നവരാരും ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് കഴിക്കാൻ ഒരിക്കലല്ല. അതാണ് അതിന്റെ പ്രത്യേകത. എന്നിട്ട് ഇത്രയുടെയും മുകളിൽ വരിക, പൊങ്കാല അർപ്പിക്കുക, നാമം ജപിക്കുക, ഒരു കിട്ടുന്നത് എന്തോ അത് സ്വീകരിച്ച് പോവുക. അത്ഭുതമാണ്. അവിടുത്തെ അന്നം പ്രസാദമായിട്ട് തന്നെ കഴിക്കുക, പ്രസാദമായിട്ടാണ് കഴിക്കുന്നത്. മറ്റിടത്ത് പല അന്നദാനങ്ങളും പ്രസാദമായിട്ടാണ്, വലിയ സദ്യ കഴിക്കുക. മറ്റത് അന്നദാനം എന്ന് പറയുന്നത്
ആ മഹത്വം ഇപ്പോഴത്തെ അന്നദാനത്തിന് ഇല്ലാതെ പോയി. അതെ, ഇന്നെല്ലാം ഒരു സദ്യ, മത്സരമായി സദ്യയാണ്. സദ്യ. ഈ സദ്യ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറയുന്നത് അവരവരുടെ നടത്തുന്നവരുടെ ആഡംബരം കാണിക്കാൻ വേണ്ടി. അതെ അതെ. അല്ലാതെ അപ്പോൾ എന്ത് ചെയ്യും, കുറെ ആളുകൾ സദ്യ ഫ്രീ ആയിട്ട് സദ്യ ഉണ്ണാൻ വരെയാണ്, അല്ലാതെ വിശന്നിട്ടില്ല, അന്നത്തിന് നിവർത്തിയില്ലാത്തവരുമല്ല. അല്ല അല്ല. ഭഗവാൻ അന്നദാനം സ്റ്റാർട്ട് ചെയ്തത് ഇല്ലാതിരുന്ന കാലത്താണ്. അന്നത്തിന്റെ വില മനസ്സിലാക്കി, അതെ, അന്നത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നിന്ന സമയത്താണ്. അല്ല, അത് തിരിച്ചറിഞ്ഞ് ഞാൻ പറഞ്ഞില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആശ്രമത്തിൽ പോകുമ്പോൾ എന്നെ പോലെ നിരവധി എന്നോടൊപ്പം പഠിച്ച എൻ്റെ ആ സഹപ്രവർത്തകരുടെ കാലം എനിക്കറിയാം. ഞങ്ങൾക്ക് രാവിലെ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ കിട്ടുന്നത് ഒരു വർഷത്തിൽ 2-3 ദിവസം, അതായത് വീട്ടിലുണ്ടാക്കി വിശേഷ ദിവസങ്ങളിൽ വിഷു, ഓണം, ദീപാവലി. അതെ, ഇന്ന് ഈ 3 ദിവസം നമുക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും സന്തോഷം. കാരണം എന്തെങ്കിലും വീട്ടിൽ ഓണത്തിന് കൂടുതൽ സന്തോഷം, പായസവും കൂടെ കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഓലമേണെന്ന് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കൂട്ടത്തിൽ കിട്ടും എന്നുള്ളതാണ്. പക്ഷെ അതല്ലാതെ ഈ പറഞ്ഞതുപോലെ അന്ന് അറിയാലോ, സ്കൂളിൽ പോയാൽ ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അതെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ കഞ്ഞിയൊന്നും ആയിട്ടില്ല, ഒന്നും ഇല്ലാത്ത സമയത്ത് അന്ന് പിന്നെ ഉപ്പുമാവൊക്കെ കിട്ടിയാലായി. അതെ അതെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഭക്ഷണം ഭഗവാൻ തന്നു എന്ന് പറയുന്നത് അത് കഴിക്കാനാണ് അന്ന് പിള്ളേർ എന്ത് ചെയ്യുന്നത്, അവിടെ പോയത്. അല്ലാതെ നമുക്ക് സ്വാമിജി എന്താണെന്നോ, ആശ്രമം എന്താണെന്നോ, ഭക്തി എന്താണെന്നോ, നാമം എന്താണെന്നോ പോലും അറിഞ്ഞുകൂടാതെയാണ് നമ്മൾ ആ ആശ്രമ കവാടത്തിൽ ചെല്ലുന്നത്. ചെല്ലുമ്പം 1-ാം തീയതി ആണെങ്കിൽ ഒരു കൈനീട്ടം കൂടെ കിട്ടും, കൂട്ടത്തിൽ ഭക്ഷണവും കിട്ടും. ഇതാണ്. അപ്പോൾ ആ ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു മൂല്യം. അപ്പം നമ്മളെ നാടിന് ഈ പറഞ്ഞ സന്ദേശം, അന്നദാനം എന്ന സന്ദേശം, അതിൻ്റെ വില എത്തിച്ചു കൊടുത്തത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ്. കാരണം നമുക്ക് അന്നദാനം ആശ്രമത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 50 വർഷത്തിൽ കൂടുതലായി, 1/2 നൂറ്റാണ്ടിൽ കൂടുതലായി. ആ സമയത്ത് ആദ്യം നമ്മൾ അന്നദാനം കൊടുത്തുകൊണ്ട് 1-ാം തീയതിയിൽ അന്ന് ഈ കൈനീട്ടത്തിനൊപ്പം അന്ന് അന്നദാനം കൊടുത്തു, കഞ്ഞി റോഡിൽ വെച്ച് റോഡിലിരുന്ന് ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് അന്നദാനം തുടങ്ങുന്നത് ഒരു 12 മണി 12:30 മണിയാവും തുടങ്ങുമ്പോൾ. പക്ഷേ 10 മണിയാവുമ്പോഴേ ആളുകൾ ക്യൂ വന്ന് നിൽക്കുകയാണ്. കാരണം വിശപ്പിന്റെ ആധിക്യം. എന്നിട്ട് അകത്തോട്ട് നോക്കി എത്തി ആയോ. ഇന്ന് വിളിക്കുമ്പോ കുറച്ചൊരു കഴിയട്ടെ, സ്വപ്പം കൂടി കഴിയട്ടെ, അടുത്തയില് ഞാൻ, കാരണം വിശപ്പില്ല. ഭക്ഷണ ആവശ്യത്തിനുണ്ടല്ലോ, വിശപ്പിന് എല്ലാവർക്കും ഉണ്ട്. പിന്നെ അവരൊരു ചടങ്ങിന് വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടി കഴിക്കാൻ വന്നതാണ്. മറ്റേന്ന് പറയുന്നത് ഇടിച്ചു കയറുകയാണ്, വിശപ്പിന് വേണ്ടി, വിശപ്പ് തീർക്കാൻ ഇങ്ങനെ കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ കൺട്രോൾ ഇല്ലാതെ ഓടയാണ് ആഹാരത്തിന് വേണ്ടി. അപ്പൊ അതിന്റെ ഒരു അനുരണനം എന്ന രീതിയിൽ ഈ പിന്നീട് ഞാൻ കാണുന്നത്, എനിക്കിപ്പോ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിലെ കാര്യമല്ലേ പറയാൻ പറ്റൂ. ഈ പറയുന്ന ആടുവള്ളി, മൈലക്കര, വാവോട്, അല്ലെങ്കിൽ ഉലയങ്കോട് എന്നൊക്കെ പറയുന്ന കൊച്ചു ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായി കഞ്ഞിയും എരിശ്ശേരി, കഞ്ഞിയും ഒരു പുഴുക്കും ശരി എന്നാ പുഴുക്കുന്ന ഈ സാധനമാണ്. അപ്പോൾ നേരത്തെ ആ നാട്ടിൽ അതില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പതിയെ ഒരു സന്ദേശം എന്ത് ചെയ്യാൻ തുടങ്ങി ഈ ആശ്രമത്തിൽ നിന്ന്. ഇങ്ങനെ നിന്ന് എന്ന് വെച്ചാൽ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാവും. ആളിലേക്ക് ഭഗവാൻ ഇതിൽ എല്ലാവർക്കും ഇങ്ങനെ വാരി വെതറി, ഒരു വിത്ത് അവിടെ മുളയ്ക്കുന്നത് അവിടെ നിന്ന്. അതെ, ആ ഒരു രീതിയിലാണ്. അപ്പൊ ഇന്നെന്ത് പറ്റി, ഈ പറയുന്ന ക്ഷേത്രങ്ങൾ വലിയ മഹാക്ഷേത്രങ്ങളായില്ലെങ്കിൽ പോലും അത് പുനർനിർമ്മിച്ച് ഉത്സവങ്ങൾ നടത്തുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ അവിടെ സദ്യയായി മാറി. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ നമ്മുടെ നാടിനെ അദ്ദേഹം ഇങ്ങനെ കുറേശ്ശെ എങ്ങനെ ഉണർത്തി എന്ന് ചോദിച്ചാൽ അത് ആലോചിക്കുമ്പോഴാണ് ഒരു അത്ഭുതമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ സന്ദേശം എത്തിയത്. സത്യം. അപ്പോൾ അന്ന് ആ സന്ദേശം എത്തിയെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ 50 വർഷം മുമ്പ് ആശ്രമത്തിൽ തുടങ്ങിയ ഈ പറയുന്ന കഞ്ഞി കൊടുക്കൽ. മറ്റു ക്ഷേത്രങ്ങളിൽ കഞ്ഞി പുഴുക്ക് എന്ന രീതിയിൽ എത്രയോ കാലം. അതെ. പിന്നെ എന്ത് പറ്റി, അതിനകത്ത് ഈ പറഞ്ഞ ജാതിഭേദം മാറി തുടങ്ങി.
ഇപ്പൊ എല്ലാവരും വന്ന് കഴിക്കുന്ന ഒരു കഴിക്കുന്നു. അവസ്ഥയായി. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്തും നമ്മുടെ നാട്ടിൽ ജാതി ഒന്നുമില്ല, ഒന്നുമില്ല. ഒക്കെ മാറി മാറി വന്നു തുടങ്ങുന്ന രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്നതാണ്. അവരെ വോട്ടിന് വേണ്ടിയിട്ട് അതെ, ജാതി അതെ. ഈ മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ഈ പരിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പൊ നോക്കുമ്പോ എന്താണ്, ഒരു വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവരുന്നു, ആ ഒരു വീട്ടിൽ നിന്ന് കപ്പ കൊണ്ടുവരുന്നു, ഒരു വീട്ടിൽ നിന്ന് കാച്ചിൽ കൊണ്ടുവരുന്നു, ഒരു വീട്ടിൽ നിന്ന് ചേന കൊണ്ടുവരുന്നു. അവരുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതും കൂടി അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് ഇങ്ങനെ വരുന്ന ചിലരുടെ തേങ്ങ കൊണ്ടുവരുന്നു, അതെ അതെ. ഇങ്ങനെ അരി കൊണ്ടുവരുന്നു. അപ്പൊ ആ ഒരു ഐക്യമായിരുന്നു. ആ വന്നതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ പറഞ്ഞ നാട്ടിലെ നമ്മുടെ കള്ളിക്കാടിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ അധപ്പതിച്ച് കിടന്ന 100%. അപ്പൊ താങ്കൾക്ക് അറിയാവുന്ന അറിഞ്ഞൂടാ, മങ്ങാരവട്ട മഹാദേവ ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. ഞാൻ കൊച്ചിലെ അടിവസ്ത്രം കഴുകി ഇതിന്റെ ഓവ് കല്ലിൽ ഉണങ്ങാൻ വിരിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല, കാരണം അത്ര വൃത്തിഹീനമായി അതെ കിടന്ന സ്ഥലം, കാട് പിടിച്ച് അതെ. പാമ്പും കയറി മനുഷ്യ അനാശാസ്യ സ്ഥലമായി മാറിയ മാറി. സ്ഥലമാണ്. അത് എത്രത്തോളം ആരും തിരിഞ്ഞു നോക്കായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്ന നല്ല പരന്ന പ്രതലമുള്ള മുറ്റം ഉണ്ടായിരുന്ന ആ ക്ഷേത്രത്തിന്റെ മണ്ണ് എടുത്ത് റോഡ് ഉണ്ടാക്കിയപ്പോൾ അന്ന് അവിടെ ഒരു മനുഷ്യൻ ചോദിക്കാനില്ലായിരുന്നു എന്നുള്ളിടത്താണ്. ഇല്ല, ആ ക്ഷേത്രത്തിനെ പൊളിച്ചോണ്ടെങ്കിലും ആരും ചോദിക്കില്ലായിരുന്നു. പിന്നീട് എന്ത് പറ്റി? പിന്നീട് കാലം മാറി, പുതിയ ഭാരവാഹികളൊന്നും, ക്ഷേത്രം അത് പുനർനിർമ്മിക്കപ്പെട്ടു. അവിടെ ആയിരക്കണക്കിന് രൂപയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനെ നികത്തി. അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരു മനുഷ്യൻ ചോദിക്കാനില്ലാത്ത, ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന, നമ്മളത് മങ്കാരമുട്ടെന്ന് പറയാൻ കാരണം ഇന്നും അവിടെ ഉള്ളതിൽ ഏറ്റവും പ്രശസ്തമായ പഴയ പുരാതന ക്ഷേത്രമായതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ. ഇത് അവിടെ അതാണ് സ്ഥിതിയെങ്കിൽ, അല്ലാതെയുള്ള കൊച്ചു കാവുകളും കൊച്ചു വിളക്ക് വയ്ക്കുന്ന പീഠങ്ങളും ഇതെല്ലാം അനാഥമായി കിടക്കുകയായിരുന്നു. ഇതെല്ലാം ഒന്ന് വീണ്ടും ഭഗവാൻ വന്നോടുകൂടി എല്ലാത്തിനും പുനർജീവൻ അവിടെയാണ് എല്ലാം പുനർജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പുനർജനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ നിയോഗം അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളർത്ഥം. ഒന്ന്, അന്നം കൊടുത്തു എല്ലാവർക്കും അന്നം. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അന്നത്തിന്റെ മുമ്പേ വലുതുമായി മാറില്ല. തുല്യമായി എല്ലാവരും വന്ന ആ റോഡ് സൈഡിൽ അവിടെ ഇരുന്ന് അത് വലിപ്പ ചെറുപ്പമില്ലാതെ ജാതി മതം ഇല്ലാതെ ഭഗവാൻ എല്ലാവർക്കും അന്നം കൊടുത്ത് കാണിച്ചു കൊടുത്തു. രണ്ട്, ആ സന്ദേശം ആ നാട്ടില് അമ്പലങ്ങളിലേക്ക് എല്ലായിടത്തും എത്തിച്ചു. അത് തന്നെ അതിന്റെ തെളിവാണ്. ആദ്യമേ ഈ കഞ്ഞി ഏരിയയിൽ അത് സ്പ്രെഡ് ചെയ്ത് കിലോമീറ്ററോളം അതൊരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റ് ജില്ലകളിലോ മറ്റോ പോയ ഇതേപോലെ അല്ലായിരുന്നു അന്ന് നടന്നിരുന്നത്. പക്ഷെ ഇതങ്ങ് പ്രചരിച്ചു എന്നുള്ളിടത്താണ് ഈ ഒരു രീതി. ഇന്നും ഒരു പക്ഷെ അന്നത്തെ ഭക്ഷണത്തിന്റെ രുചി അത് കഴിച്ചവരുടെ നാവിൽ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആശ്രമത്തിൽ നിന്ന് കഴിച്ചാലും ശരി, ഈ പറഞ്ഞ കഞ്ഞിയും കറിയും കഴിച്ച അമ്പലത്തിലെ കറി ആയാലും ശരി, അത് അങ്ങ് നിലനിന്ന് പോയി. അത് 5 കറിക്ക് സമമാണ് ഒരു കൂട്ടുകറി. അപ്പൊ ആ തരത്തിലേക്ക് ഒരു എരിശ്ശേരി അതെ അത് എത്തിച്ചു. ഒരു വലിയ സന്ദേശം എത്തിച്ചു. ആ സന്ദേശത്തിലൂടെ നേരത്തെ പറഞ്ഞ പോലെ ജാതിഭേദം ഇല്ലാതായി, ഒന്നുമില്ല. മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് കഴിക്കാൻ കഴിയുന്ന ഒരവസ്ഥയായി, കൊടുക്കാനുള്ള മനസ്സുണ്ടായി. അതാണ് ഏറ്റവും വലുത്. ഒരു ചക്ക ആകട്ടെ, അന്ന് അതേ ഉള്ളൂ. അത് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ വെച്ച് വെട്ടി കഴിക്കാം. അല്ലെങ്കിൽ ഇതിപ്പം കൊടുക്കണ്ട, അത് ചീത്തയായി പോയാൽ പോലും ചെയ്യാത്ത ഒരു കാലയളവായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ളിടത്തുനിന്ന് അത് കൊടുക്കാൻ മനസ്സുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു. അതെ, അതും കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ക്ഷേത്ര നവോത്ഥാനങ്ങൾ ഭഗവാൻ ശ്രദ്ധ കൊണ്ട്. കാരണം അങ്ങനെ ഒരു മനസ്സില്ലാത്തവരുടെ ഇടയിൽ ക്ഷേത്ര നവോത്ഥാനിക്കാൻ എന്തെങ്കിലും താന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരുമില്ല. അപ്പോൾ ആദ്യം വ്യക്തികളെ അതിനനുസരിച്ചൊന്ന് പരുവപ്പെടുത്തി, ഒരന്നദാനത്തിലൂടെ പരുവപ്പെടുത്തി. അതാണ് അവിടെ സംഭവിച്ച ഒരു കാര്യം. രണ്ടാമത്, ഈ ക്ഷേത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും ഞാൻ ഒരു കാര്യം ചെയ്തിട്ട്, ഇനി എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ഞാൻ കാളിവാറ ക്ഷേത്രത്തിൻ്റെ നോട്ടീസുമായിട്ട് അവിടെ പോത്തങ്കോട്ട് ആശ്രമത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യത്തേത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന 100-300 അമ്പലങ്ങളുടേതാണ്. അത് നമ്മളെ കള്ളിക്കാട് മാത്രമല്ല, നെടുമങ്ങാട്, ആറ്റിങ്ങല്, തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗത്തും, പിന്നെ കന്യാകുമാരി ജില്ല, കന്യാകുമാരി ജില്ലയുടെ ആ ഭാഗത്തുനിന്ന്, ചിദംബരം
ഈ ഇങ്ങനെ മറ്റ് ജില്ലകളിൽ എല്ലാം കൂടി കൊണ്ടുവന്ന് വയ്ക്കണാണ് നമ്മൾ ഞെട്ടിപ്പോവും എന്നുള്ളിടത്താണ്. അപ്പൊ ഭഗവാന് എത്ര ദേവതകളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ. എത്ര ദേവതകൾ, എത്ര ദേശങ്ങൾ, എത്ര സംസ്കാരങ്ങൾ, എത്ര രീതികൾ. അതെ, അവിടെ അതാണ് നമ്മൾ വേറെ ആലോചിക്കും. ഇന്ന് ഇത്രയും സമ്പത്തുണ്ട്, സമയമുണ്ടെങ്കിലും ഒരു 300 ക്ഷേത്രം കണ്ടിട്ടുള്ള എത്ര മനുഷ്യരുണ്ടോ? 300 അല്ല 30 ക്ഷേത്രം കണ്ടുള്ളത്. 300 വേണ്ട, ഒരു പൂജ്യം കൂടി കുറഞ്ഞു. അതാണ്. അപ്പോൾ അവിടെയാണ് ഭഗവാൻ ഇതെപ്പോൾ സാധിച്ചു എന്നുള്ളതാണ്. ഇതെങ്ങനെ സാധിച്ചു? ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്യണം. അതെ, തൊഴിലാണ് അദ്ദേഹം, കർമ്മയോഗിയാണ്. കാരണം വേറെ ആരെയൊന്നും വാങ്ങിച്ചിട്ടല്ല ഭക്ഷണം കൊടുത്തത്. കർമ്മയോഗിയാണ്, ആരെയൊന്നും വാങ്ങിച്ചിട്ടില്ല. 1 രൂപ കിട്ടുകയാണെങ്കിൽ പകുതിയിൽ കൂടുതൽ അന്നത്തിന് കൊടുക്കാനായി. അന്നത്തിനല്ല സാർ, ആദ്യത്തെ സമയത്ത്, അതായത് ഒരു 50 വർഷമൊക്കെ മുമ്പ്, അപ്പം ഞാൻ കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് 30ഓളം പേർക്കാണ് ഒരാൾ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെ ഇരുമ്പ് പണി ചെയ്തിട്ട് ഇത്രയും പേർക്ക് അന്നം കൊടുക്കുകയാണ്. അതെ, മനസ്സിലായി? ഈ അന്നം കൊടുക്കേണ്ട സമയത്ത് സംഭവിക്കുക എന്ന് പറയുന്നത്, എല്ലാവർക്കും ഈ ഒരു റബ്ബർ ടാപ്പിംഗ് കത്തി അന്ന് പണിഞ്ഞ് അത് ടാപ്പിംഗ് കത്തി മൂർച്ച കൂട്ടി റബ്ബർ ടാപ്പ് ചെയ്യത്തക്ക രീതിയിലാക്കി കൊടുക്കുന്നതിന് 60 പൈസയാണ് കിട്ടുക. 60 പൈസ. അതെ, അതിന്റെ 2/3 അതില് 2/3 അല്ല, മുഴുവനും. അപ്പൊ ഇത് വാങ്ങിച്ച് ഇത്രയും പേർക്ക് കൊടുത്തിട്ട് ഇദ്ദേഹം പട്ടിണി കിടക്കും. കാരണം ഇല്ല. അപ്പൊ ഇത് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും ഒരാൾ വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്നിട്ട് ചിരിച്ചോണ്ട് പച്ചവെള്ളം കുടിച്ചിട്ടിരിക്കും. അങ്ങനെ ഇരുന്ന് ദഹിച്ചുണ്ടാക്കിയ, കാരണം ദഹിക്കുകയാണ്. എല്ലാവരും അന്നം കഴിക്കണം, എല്ലാവർക്കും നിവർത്തി വരണം, എല്ലാവരും അന്നത്തിന് മുട്ടരുത്. ആ നാട്ടിൽ ആർക്കും ഇപ്പം വേണ്ട. അതെ, അന്നം വേണ്ട. ആ തരത്തിലേക്ക് അതിനെ എത്തിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അപ്പം നാടിൻ്റെ സാംസ്കാരികമായ ബോധത്തെ, അവരുടെ ഐക്യബോധത്തെ, അവരുടെ സമർപ്പണ ബുദ്ധിയെ എല്ലാത്തിനെയാണ് ഉണർത്തുന്നത്. പിന്നെ എല്ലാം ഉണരുക എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണ്? ആത്യന്തികമായി ആത്മീയതയിലേക്കുള്ള ഉണർവിലേക്ക് അതിനെ നയിക്കുകയാണ്. ഇതെല്ലാം പോയ അങ്ങോട്ട് ഓരോന്നോരോന്ന് അല്ല, സ്വാർത്ഥത ഞാൻ ഒന്നും കൊടുക്കൂല എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. പോയാലല്ലേ ആ വഴി മുള്ളുള്ളതാണോ പൂവുള്ളതാണോ എന്നെങ്കിലും അറിയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർ. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക, ഒരു പഴയകാല ജീവിത ശൈലി ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിനെ കാലത്തിനനുസരിച്ച് പരിവർത്തനപ്പെടുത്താൻ, മനപരിവർത്തനമാണല്ലോ, മനോഗതി മാറിയാലല്ലേ പുരോഗതി ഉണ്ടാകൂ. അപ്പോൾ ആ ഒരു സത്യത്തെ പുരോഗതിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടി മനോഗതി മാറ്റുന്നതിന് ഈ ഒരു സീക്രട്ട് ആ ഗ്രാമത്തിൽ ഇറക്കി വിട്ടു. അതങ്ങ് പ്രചരിച്ചു. അതിന് ഒരുപാട് ത്യാഗം സഹിച്ചു. കാരണം എല്ലാ രീതിയിലും അദ്ദേഹത്തിന് പീഡനം സഹിക്കേണ്ടി വന്നു. അംഗീകരിക്കാത്തവർ, ചോദ്യം ചെയ്തവർ അവിടെ നിൽക്കുന്ന സമയത്ത്, അതായത് ഭഗവാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊച്ചാണ്, കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, 5 പൈസയ്ക്ക്, അതായത് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പൈസ വെച്ച് ചീട്ട് കളിച്ചു. അന്ന് പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന 1 പൈസ, 2 പൈസ, 3 പൈസ ഇങ്ങനെ വെച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരുന്നിടത്ത് തോറ്റ് 5 പൈസയായി. 5 പൈസ കൊടുക്കണം. അപ്പോൾ 5 പൈസ കൊടുക്കാത്തതുകൊണ്ട് യവനെ മാറ്റി നിർത്തി. നീ കളിക്കട്ട, കാരണം നിനക്ക് ചീട്ട് കളിക്കാൻ നിന്റെ പൈസ ഇല്ല, ക്യാഷില്ല, മാറിയില്ല എന്ന് പറഞ്ഞു. മാറുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിന് വേറൊരുത്തരെ പിടിച്ചത്, ഈ മാറ്റി നിർത്തിയ ദേഷ്യത്തിൽ അവൻ കത്തിയെടുത്ത് ഈ മാറ്റി നിർത്തിയവനെ കുത്തിക്കൊന്നു കളഞ്ഞു. 5 പൈസയ്ക്ക് വേണ്ടി കുത്തുന്ന സ്ഥലമാണ് കള്ളിക്കാട്. അതാദ്യം മനസ്സിലാക്കുക. ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ അത് മാത്രം, അപ്പോൾ അത്രയ്ക്ക് കണ്ട് അത് മനുഷ്യർക്ക് വഴി നടക്കാൻ ഒരു അപരിചിതൻ അതുവഴി വരില്ല. അതെ, പണ്ട് മറ്റേ താടകയെ പേടിച്ച് വരാത്ത പോലെ ഇത് അവളെ പേടിച്ചാരും അതുവഴി നടക്കാറില്ല എന്ന് പറഞ്ഞാൽ താടക ഭയങ്കരി കൊന്നുകളയും. അതുപോലെ ഉള്ള ഒരു പ്രദേശമായിരുന്നു ഈ ഭഗവാൻ നന്നാക്കാൻ തിരഞ്ഞെടുത്തത് സ്ഥലം. ആദ്യം മനസ്സിലാക്കണം. ഭഗവാൻ ഇത് അദ്ദേഹം സാറത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശാരദാദേവിയുടെ 100-ാം വർഷം
100-ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് വാവോട് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ ഒരു ചെറിയ ഗ്രാമീണ കേന്ദ്രം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ കള്ളിക്കാടും കാട്ടാക്കടയും തിരഞ്ഞെടുത്തു 100-ാം വർഷം. അപ്പം എന്നെയും അതിലൊന്നും അപ്പം ഞാൻ പോയി അന്നത്തെ സ്വാമിജിയോട് ചോദിച്ചു, സാന്ദ്രാനന്ദ സ്വാമി, ഞാൻ ചോദിച്ചു, സ്വാമി ഈ സ്ഥലം നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിയുന്നതാണോ അല്ലേ, നമ്മുടെ ഒരു സംശയം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇങ്ങനെയുള്ള സ്ഥലത്തല്ലേ ഇത് നടത്തിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് അറിയാത്തിടത്തല്ലേ അറിയിക്കേണ്ടത്. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞത് ഭഗവാൻ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഈ കണ്ടിട്ടാണ് ഈ 65 വർഷത്തിന് മുമ്പ് അവിടെ വന്ന് ഈ ത്യാഗമൊക്കെ സഹിച്ച് അവിടെ വന്ന് ബോട്ടിക്കാൻ നോക്കിയിട്ട് ഓടാതെ ഈ പീഡനങ്ങളെല്ലാം സഹിച്ച് ഞാൻ ഇവിടെ നന്നാക്കിയിട്ടേ പോകൂ എന്ന വാശിയിൽ അവിടെ നിന്ന് 43 വർഷമായിട്ട് ആശ്രമം സ്ഥാപിച്ചു. ആശ്രമം സ്ഥാപിച്ചു. അതിനു മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് ഇതെല്ലാം ചെയ്ത് ആളുകളെ കൂട്ടി ആൾക്കാരൊക്കെ എല്ലാം ഇത് ചെയ്ത് എന്താണ് ആശ്രമ സംസ്കാരം എന്നറിയില്ലാതെ പിന്നെ ആശ്രമം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആദ്യം അവരെ പഠിപ്പിച്ചു. ഈ സമൂഹത്തെ അന്നം കൊടുക്കുന്നതും നിർദ്ധരായവർക്ക് അന്നം കൊടുക്കുന്നതും സ്നേഹവും സാഹോദര്യവും ഐക്യവുമാണ് ആശ്രമത്തിന്റെ സംസ്കാരം എന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചത്. ആദ്യമേ ഒരു വലിയ ആശ്രമം സ്ഥാപിക്കുകയല്ല ചെയ്തെന്നുള്ളൊരു ചെയ്യും പോലെ എന്താണ് എന്ന് ജീവിതം എന്ന് സ്വന്തമായിട്ടിരുന്ന് ദഹിച്ച് സ്വന്തമായി ഇരുന്ന് കാണിച്ച്. അപ്പം അദ്ദേഹം പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അധ്വാനമാണ് ഏറ്റവും വലിയ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്ന അധ്വാനമാണ് എന്ന് പഠിപ്പിച്ചു. അധ്വാനിക്കാതെ വേഷം കെട്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവനല്ല ഭക്തൻ. കർമ്മത്തിന്റെ ഇടയിൽ ഭഗവാനെ വിളിക്കുന്നവനാണ് ഭക്തൻ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ആ പഠിപ്പ് അതിന് ഒരിക്കൽ നമ്മൾക്ക് ദൈവത്തിന് അമ്പലത്തിൽ പോണ്ടി എന്നൊക്കെ ഞാൻ കൊച്ചിലെ തൊട്ട് എൻ്റെ ഒരു ദുർശീലം, എൻ്റെ ഒരു ദുർശീലമാണ്. അപ്പോൾ അന്ന് ആശ്രമത്തിലുണ്ടായിരുന്ന എല്ലാവരും നാമം പറയും. ആശ്രമമൊന്നും ഇല്ല. അപ്പോഴത്തെ ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ ഇരുന്ന് നാമം പറയും. ഹരേ രാമ മന്ത്രം ഒക്കെ എല്ലാം ജപിക്കും. അപ്പോൾ ഞാനും കൊച്ചുകുട്ടിയാണ്, ഞാൻ ജപിക്കാൻ പോകില്ല, പ്രാർത്ഥിക്കാൻ പോകില്ല. അപ്പോൾ ഒരു ദിവസം ഭഗവാൻ എന്നോട് ചോദിച്ച്, പിള്ളേ എന്ത് നാമം പറയാൻ പോകാത്ത എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തോ സ്വാമി ഭഗവാനെ, എനിക്ക് നാമം പറയാൻ തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഭഗവാൻ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്തുകൊണ്ടല്ലേ ഇരിക്കണേ. ഭഗവാൻ നാമം പറയണ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഭഗവാന്റെ അടുത്ത് തിരിച്ചു കളിക്കണേ. അപ്പൊ എന്റെ കൊച്ചു മനസ്സില് നമ്മള് തോന്നിയത് കാരണം ഭഗവാനെ അല്ലെങ്കിൽ ഞാൻ 4 വയസ്സ് തൊട്ട് എന്റെ മോഡൽ എന്ന് പറഞ്ഞ സ്വാമിയാണ്. അല്ലാതെ എനിക്ക് എന്റെ അച്ഛനും അമ്മയും നാട്ടുകാരും ഒന്നല്ല മോഡൽ. എന്റെ മോഡൽ എന്റെ സ്വാമിയാണ്. അപ്പൊ ഞാൻ സ്വാമിയോട് ചോദിക്കും, അപ്പം ഭഗവാൻ നാമം പറയാനില്ലല്ലോ, പിന്നെ എന്തിനു ഞാൻ നാമം പറയണം? എനിക്ക് അതുകൊണ്ട് ഞാൻ നാമം പറയാൻ പോണില്ല, സ്വാമിയുടെ തന്നെ പറയണം. ബാക്കിയുള്ളവരെല്ലാം നാമം പറഞ്ഞുകൊണ്ട് ഞാൻ നാമം. അവൻ പറഞ്ഞു, എങ്കിൽ പിള്ള പറയണ്ട, പിള്ളയ്ക്ക് വേണ്ടി ഞാൻ പറയാം കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞങ്ങ്. ഞാനപ്പോൾ ഭഗവാൻ ഗുരു പ്രാർത്ഥനയ്ക്ക് കയറുമ്പോൾ ഞാൻ ഗുരു പ്രാർത്ഥന ഭഗവാൻ ചെയ്യും. ഞാൻ ഗുരുവിനെ പ്രാർത്ഥിക്കും. പിള്ളേ ഗുരുവാണ് ഈശ്വരൻ, ഞാൻ ഗുരുവിനെ പ്രാർത്ഥിക്കും. അപ്പൊ ഞാനും വിചാരിച്ച് ഗുരുവിനെ പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാൻ ഗുരുവിനെ പ്രാർത്ഥിക്കല്ലേ, ഗുരുവല്ലേ ഈശ്വരൻ, പിന്നെ എന്തിനു ദൈവങ്ങളെ വിളിക്കണം? നമ്മളെ ഗുരുവിനെ നമുക്ക് ആളുണ്ടല്ലോ, നമ്മൾ ഈ കാണാത്ത സാധനത്തിനൊക്കെ അന്വേഷിച്ചിറങ്ങേണ്ടി. നമുക്ക് പണ്ട് പിന്നെ സ്വാമി തമാശക്കെങ്കിലും പറയും, നട്ടകല്ല് പേശുമോ നാഥനുള്ളിലിരിക്കുകയിൽ. നട്ടകല്ലാണല്ലോ എല്ലായിടത്തും ഇരിക്കുന്നത്. ഈ നട്ടകല്ല് പേശൂല, നാഥനുണ്ട്. ആ നാഥൻ നമ്മളെ ഉള്ളിൽ ഇപ്പൊ മുമ്പ് ഇരിക്കുകയാണ്. ആ നാഥൻ ഇരിക്കുമ്പോ നട്ടകല്ലിന്റെ അടുത്ത് പോയി കിടന്ന് തലയെ കഴിച്ച് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ വിളിക്കുന്നിടത്ത് തന്നെ സാറേ ഒരു കാര്യം എന്ന് പറയണേ, നമ്മൾ പോയി ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓട്ടിച്ചിട്ടടിക്കും. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവര് ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കല്ലിലാക്കി വെച്ചത് രക്ഷപ്പെട്ടെന്നാണ്. അല്ലാതെ അല്ലെങ്കിൽ പെട്ടുപോയത് ദൈവം തന്നെ പെട്ടുപോയല്ലേ. ഈ പോണവനെ ഓട്ടിച്ചിട്ട് അടിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഭഗവാൻ കർമ്മയോഗിയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യും. അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ചു ഭഗവാനെ, നമുക്ക് ഒരുപാട് സമയം പ്രാർത്ഥിക്കൊക്കെ വേണ്ടി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പിള്ളേ ഇന്ന് വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ
എന്ന് പറയുന്നത് നാരദ ഋഷിയാണ്. അതെ, ആ കഥ അതെ. നാരദനെ പ്രാർത്ഥിക്കാതെ വിഷ്ണുവിനെ വിളിക്കാതെ ഒരു വാക്ക് ഉച്ചരിക്കില്ല. ബ്രഹ്മപുത്രനാണ്. അതെ, അച്ഛനെ വിളിക്കൂല, അച്ഛനെ വിളിക്കൂല. ശിവന് ഭയങ്കര ഭക്തനാണ്, പക്ഷേ വിഷ്ണു ഭക്തനാണ്. നാരായണ വിളിക്കാതെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഒരു ദിവസം ദേവേന്ദ്രന് ജരാനര ബാധിച്ചു. ഇദ്ദേഹത്തിന്റെ ശാപം കൊണ്ട്, ദുർവാസാവിന്റെ ശാപം കൊണ്ട്. അപ്പം പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്ന് എല്ലായിടത്തും പോയപ്പം ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്തു. വിഷ്ണുവിൻ്റെ പരമഭക്തന്റെ പാദം കഴുകി ആ തീർത്ഥം നിന്റെ തലയിൽ തളിച്ചാൽ ഈ നരമാറും. ഇദ്ദേഹം പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി അങ്ങ് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി. നാരദന്റെ പറഞ്ഞുകൊണ്ട് നാരദൻ കാല് നീട്ടി വെച്ചു കൊടുത്തു. നഷ്ടമരമൊന്നുമില്ല, സദാസമയവും നാരായണ കാല് നീട്ടി വെച്ചു കൊടുത്തു. ഉടനെ എന്നെ കാല് കഴുകി സ്വന്തമായിട്ട് വെള്ളം തളിച്ചു. ഒന്നും സംഭവിച്ചില്ല. രണ്ടുപേർക്ക് വിഷമമായി. ഏറ്റവും വലിയ വിഷമായത് ഇയാളെ ജരാനര മാറാത്തതിനേക്കാൾ നാരദൻ അടി കിട്ടിയ പോലെ. നാരദൻ നേരെ ഭഗവാന്റെ അടുത്ത് പോയി. ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ ഞാൻ അങ്ങയുടെ പരമഭക്തനല്ലേ? ആണ് നാരദ, ആരാണ് പറഞ്ഞല്ലെന്ന്? ഇന്ന് ലോകത്തുള്ളതിൽ, ഇന്ന് ഭൂമിയിലുള്ളത്, അല്ലെങ്കിൽ ലോകങ്ങളിലുള്ളതിൽ ഏറ്റവും പരമഭക്തന്റെ പാദം കഴുകി തളിക്കാനാണ് പറഞ്ഞത്. അതെ. അപ്പൊ ഇന്ന് പരമഭക്തൻ ഞാനല്ലാതെ വേറെ ആരും എന്ന് ചോദിച്ചോ. ഭഗവാൻ പറഞ്ഞു ഇന്ന് പരമഭക്തൻ ദോ നോക്ക്, അയാളാണ്. നോക്കിയപ്പോൾ ഭൂമിയിൽ ഒരു പാടത്ത് പണി ചെയ്ത് ഇങ്ങനെ കിളച്ച് ഇരുന്നിട്ട് അവസാനം ഒരു മനുഷ്യൻ പാടത്ത് കൃഷി ചെയ്തിട്ട് ഒരിടത്ത് ചെന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നാരായണ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് പിന്നെയും ഇത് കഴിഞ്ഞ് പിന്നെയും ക്ഷീണം മാറും, പോയി കിളയ്ക്കും. അയാൾ വല്ല കാലത്ത് ഒരു പ്രാവശ്യമാണ് നാരായണ വിളിക്കുന്നത്. ആ സമയത്ത് 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇയാളെ കാല് കഴുകി ഇയാൾ എന്ത് ചെയ്തു? അവിടെ പോയി വേഷം മാറി ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് അല്പം ഉറങ്ങുന്ന സമയത്ത് കൊണ്ട് പതുക്കെ കാലിൽ വെള്ളം കഴുകി തളിച്ചു. ജരാനര മാറി. അപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും നാണക്കേടായി നാരദൻ. അപ്പോൾ നാരദന് ഒരു ചെറിയ പരീക്ഷണം കൊടുത്തു ഭഗവാൻ. അപ്പോൾ പാലാടിയിലല്ലേ ആശം കിടക്കണം. പാലാടിയിൽ നിന്ന് ഒരു കുടം എടുത്തിട്ട് നിറച്ച് പാലെടുത്തു. ഒരു ശോകുലം പോലും അത് ഇങ്ങനെ തുളുമ്പിയ ഉടനെ കളയും. എടുത്തിട്ട് ഇദ്ദേഹം മുടിയൊക്കെ കെട്ടി ഇങ്ങനെ ഇതിന്റെ മുകളിൽ വെച്ചു കൊടുത്തു ഭഗവാൻ. നാരദ, ഈ പാലാഴി ഒന്ന് മൊത്തം കറങ്ങി ഒരു തുള്ളി പാല് താഴെ വീഴാതെ നീ വരണം. അങ്ങനെ വെച്ചു കൊടുത്തു. നാരദൻ ഇതും കൊണ്ട് ഭഗവാൻ ദൗത്യമാണ്. ഇദ്ദേഹം ഇങ്ങനെ ഒരു തുള്ളി പാല് പോലും കളയാതെ മൊത്തം കറങ്ങി. അങ്ങ് പറഞ്ഞതുപോലെ ഒരു തുള്ളി പാല് വീണിട്ടില്ല. മിടുക്കനാണ് നീ, ഏകാഗ്രതയുള്ളവനാണ്. ഇതിനെ താഴെ വെച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് വെച്ച് നീ എത്ര പ്രാവശ്യം എന്നെ വിളിച്ചു? ഒരു പ്രാവശ്യം പോലും വിളിച്ചില്ല, മറന്നുപോയി. ശ്രദ്ധ. അപ്പൊ ഒരു ജോലി ഇല്ലാത്തവൻ വിളിച്ചോണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മളെ കർമ്മം ചെയ്യുന്നതിനിടയിൽ ഈശ്വര ഭജനം ചെയ്തു. ഇതിലാണ് ഒരു ഭക്തന്റെ ഭക്തി അറിയുന്നത്. അല്ലാതെ കുറച്ച് താടിയും വളർത്തി മുടിയും വളർത്തി ഇരുന്നിട്ട് കാഷായ വേഷവും ഇട്ട് ഇരുന്നത് കൊണ്ട് അവൻ ഭക്തനാവില്ല. അപ്പൊ ഇത് ഭഗവാൻ എനിക്ക് കൊച്ചിലെ പറഞ്ഞു തന്നതാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള വഴികളാണ്. പറഞ്ഞു തരിക മാത്രമല്ല, ജീവിതത്തിൽ അത് കാണിച്ചു. അദ്ദേഹം എന്നാണ് ഈ മറ്റേ താടിയും മുടിയും വളർത്തിയെന്ന് അറിയാമോ? എന്ന് അറിഞ്ഞുകൂടാ. ഇല്ല. അമ്മ മരിച്ചതിന് ശേഷം കുറേ ദിവസം മുടി വളർത്തിയില്ല. അപ്പൊ മുടി ജടയായി. അപ്പൊ എന്ത് ചെയ്തു? ഒരു ബാർബറെ വിളിച്ചിട്ട് അവിടെ വരുത്തിയാണ് മുടി വെട്ടുന്നത്. ഞങ്ങളെ ആലയിലെ ആശ്രമമൊന്നും ഇല്ലല്ലോ. ആലയിലെ ഒരു ബണ്ട്, ഒരു തോട്ടിന്റെ സൈഡിലെ ബണ്ട്, ആ ബണ്ടിന്റെ സൈഡിലെ തെങ്ങുണ്ട്. ആ തെങ്ങിന്റെ മൂട്ടി ഇരുന്നാണ് മുടി വെട്ടുന്നത്. അപ്പൊ അങ്ങനെ എന്റെ മുടി അവിടെ വെച്ച് തന്നെ വെട്ടുന്നത്. അപ്പൊ ഈ മുടി വെട്ടാൻ അന്ന് അവിടെ നിൽക്കുന്നവരെല്ലാവരും മുടിയും അങ്ങനെയൊക്കെ അന്ന് കൊട്ടേഷനാണ് വന്ന ബാബുകൾക്ക്. അങ്ങനെ സ്വാമിയെല്ലാം മുടി വെട്ടും. ചിലപ്പോൾ സ്വാമി മുട്ടയടിച്ചു കളയും. അപ്പം വെട്ടി സാധാരണ മുടി വെട്ട പോലെ, നമ്മളെ മുടി ഒക്കെ വെട്ട പോലെ പറ്റ വെച്ച് വെട്ടി അങ്ങ് വയ്ക്കും. അന്ന് ഇദ്ദേഹം വന്നിട്ട് സ്വാമിയുടെ മുടി വെട്ടാൻ നോക്കുമ്പോൾ ജഡ, ഈ ജഡ ഇങ്ങനെ കത്തിരി കൊണ്ട് വെട്ടാനും അതിൽ നിന്ന് രക്തം ഇങ്ങനെ ചീറ്റി, ജഡയിൽ നിന്ന് രക്തം വീണു. ഇദ്ദേഹം ഉടനെ വല്ലായ്മ വന്ന് അവിടെ തളർന്ന് വീഴുന്ന വെള്ളമൊക്കെ കൊടുത്ത് പിടിച്ചിളക്കി.
ഇനി ഇതവിടെ ഇരിക്കട്ടെ, കെട്ടണ്ട. എന്നുവെച്ചാൽ ഇതല്ലേ അവസ്ഥ. അവസ്ഥ. അപ്പൊ ഇനി വിട്ടണം, അതവിടെ ഇരുന്നോട്ട്. പിന്നെ അങ്ങനെയാണ് ഭഗവാൻ ഇത് വളർത്തിയത്. അതാണ് അല്ലാതെ മറ്റേ ആലിന്റെ കറയെടുത്ത് ഭസ്മവും ആലും കറയും കൂടി എടുത്ത് ചുറ്റി വെച്ചാൽ നമ്മുടെ മുടിയും ജടയാവും. അങ്ങനെ ജടയാക്കിയതല്ല. അതെ അതെ. അപ്പൊ അങ്ങനെ വേണം ഭഗവാന്റെ അത് വെട്ടാൻ. എന്ന് വെച്ചാൽ വെട്ടാൻ ആരുമില്ല, വെട്ടാൻ പറ്റൂല. അതിന് ജീവനായി, ആ മുടി വരെ ജീവന്റെ അംശമായി. അപ്പൊ അങ്ങനെയാണ് ഭഗവാൻ അത് മാറ്റിയത്. അതൊക്കെ ഒരുപാട് ലേറ്റായതിനു ശേഷം. അതാണ് മനസ്സിലായി. ഞാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭഗവാന് മുടിയൊന്നുമില്ല, ജടയൊന്നുമില്ല, ഒന്നുമില്ല. ഒരു മുണ്ട് ഉടുക്കും, ഒരു മങ്ങിയ കളറിലുള്ള അതും കാവ്യൊന്നും ഉടുക്കൂല, നീലയോ മങ്ങിയ കളറിലൊന്നും ഉടുക്കും. എവിടെയെങ്കിലും വെളിയോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഒറ്റ മുണ്ട്, ഒരു വെള്ള ഒറ്റ മുണ്ട്, ഒരു തോർത്ത്. ഇത്രയാണ് ഭഗവാന്റെ ഒരു സഞ്ചി, ഒരു തുണി സഞ്ചി. ഇത്രയാണ് ഭഗവാന്റെ സമ്പാദ്യം. ചെരുപ്പില്ല, ഉടുപ്പിട്ടിട്ടില്ല, ജീവിതത്തിൽ ഉടുപ്പിട്ടിട്ടില്ല, കുടയും പിടിച്ച് നടക്കൂല, ഒന്നുമില്ല. പ്രകൃതിയിൽ ലയിച്ച് ജീവിച്ചു. അതെ, തീർച്ചയായിട്ടും. അവിടെയാണ് നമ്മുടെ ഈ യോഗികൾ എന്ന് പറയുന്നതിൻ്റെ ആ യോഗിത്വം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇങ്ങനെ നിരീക്ഷിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷെ കണ്ണിൽ കാണാൻ കിട്ടില്ലല്ലോ. അവിടെയാണ് ഇന്നിപ്പോ എവിടെ ഉണ്ട്. അതെ, ഇവിടെ ഉണ്ട്. ഭഗവാൻ പണ്ട് പറയും, 1,00,000 മനുഷ്യക്കോലങ്ങളിൽ ഒരു മനുഷ്യൻ കാണുമെന്നാണ്. ഇപ്പൊ ഒരു മനുഷ്യനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1,00,000 പേരെ തപ്പിയാലേ ബാക്കിയെല്ലാം കോലങ്ങളാണ്. പാന്റ് ഷർട്ട് ഇട്ട്, മുണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഇതുപോലെ വേഷം കെട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട്, ചുരിദാർ ഇട്ട്, സാരി കൊടുത്ത്, എന്തെങ്കിലും വേഷഭൂഷാദികളായി നടക്കുന്ന മനുഷ്യ കോലങ്ങളിൽ ഒരു മനുഷ്യനെ കിട്ടും. 1,00,000 മനുഷ്യനിൽ ഒരു ഭക്തൻ കാണും. അപ്പൊ ഒരു ഭക്തനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? 1,00,000 × 1,00,000. 1,00,000 മനുഷ്യനിൽ 1,00,000 കോലങ്ങളിൽ ഒരു മനുഷ്യൻ കാണും. 1,00,000 മനുഷ്യരിൽ ഒരു ഭക്തൻ കാണും. ഒരു ഭക്തൻ കിട്ടണമെങ്കിൽ കോടിക്കണക്കിന് ഒരു ഭക്തനെ കിട്ടും. ഭക്തന്റെ അടുത്ത് ദൈവം അങ്ങോട്ട് ചെല്ലും. ഭക്തൻ അങ്ങോട്ട് ചെല്ലണ്ട, ഭക്തന്റെ അടുത്ത് ഇങ്ങോട്ട് ഈശ്വരൻ വരും. ഇന്ന് അമ്പലങ്ങളിൽ പോണവരൊന്നും ഭക്തരല്ല. ഭക്തി മനസ്സിലാക്കുന്നുമില്ല. ഇല്ല, ഭക്തരല്ല. അപ്പൊ അവര് ഭക്തരെന്ന് പറഞ്ഞ് പോവുകയാണ്. പിച്ചക്കാരാണ്. മുമ്പത്തെ പോയി ഓർന്ന് യാചിക്കാൻ പോവുകയാണ്. ഇന്നത് വേണം എന്ന് പറയാം. പിന്നെ അവര് ഓരോ ഉദ്ദേശത്തോടെയാണ് പോകുന്നത്. ഇന്നടുത്ത് പോയാൽ കാളിപാറയിലും മുകളിൽ കയറാം, എനിക്ക് അവിടുന്ന് എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടാണ് അവ ഇവിടുന്ന് ശരണം വിളിക്കുന്നത്, കയറാൻ വേണ്ടി. ഇപ്പൊ ചെന്നാ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. മോക്ഷം അവിടെ നിന്ന് കിട്ടും. സൈഡിൽ അപ്പോ അരവണ രൂപത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവൻ പൈസ കൊടുത്ത് ഈ മോക്ഷം വാങ്ങിച്ചോണ്ട് ഭഗവാൻ മോക്ഷം കൊടുക്കൂല. ഭഗവാൻ മോക്ഷം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? തത്വമസി എന്ന പൊരുൾ, ഭഗവാന് സമമായി എത്തണം. അപ്പൊ 41 ദിവസത്തെ കഠിന വ്രതം എടുത്ത് അവൻ രൂപപ്പെടുത്തി ഭഗവാന് സമമായി ചെല്ലുമ്പോഴാണ് നീയും ഞാനും ഒന്നാണ്. അപ്പോഴാണ് അവന് ഭഗവാനിൽ നിന്ന് അനുഗ്രഹം, മോക്ഷം കിട്ടുന്നത്. അല്ലാതെ തലേ ദിവസം വരെ കഴിക്കേണ്ടതെല്ലാം കഴിച്ച്, കാണിക്കേണ്ട എല്ലാ കോലവും കാണിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒരു ഇരുമുടി സഞ്ചി എടുത്ത് കെട്ടി പമ്പയിൽ ചെന്ന് കെട്ടി മോളിൽ ചെല്ലുന്നവനല്ല. അവനെ അവിടെ ഉള്ള ഒരു സ്വാമിയും അയ്യപ്പനും തന്നെയാണ് എന്ന് വിളിക്കാനേ പറ്റില്ല. അപ്പൊ 1,00,000 മനുഷ്യക്കോലങ്ങളിൽ ഒരു മനുഷ്യൻ കാണും. 1,00,000 മനുഷ്യരിൽ ഒരു ഭക്തൻ കാണും. 1,00,000 ഭക്തനിൽ ഒരു മുനി ഉണ്ടാവും. അതാണ് 1,00,000 മുനിമാരില് ഒരു യോഗി ഉണ്ടാവും. 1,00,000 യോഗിമാരിലെ ഒരു അവധൂതനുണ്ടാവും. 1,00,000 അവധൂതന്മാരില് ഒരു തുറവൈ വരും. അത് കഴിഞ്ഞ് 1,00,000 തുറവിമാരില് ഒരു പെരുന്തുറവൈ വരും. യോഗി കഴിഞ്ഞ് അവധൂതം വരുമ്പോ ശിവന് സമമാവും, ശിവന് തുല്യം. അതെ, അത് കഴിഞ്ഞിട്ട് മുകളിൽ ഈശ്വരനാണ്. അപ്പോ ഈ പെരുന്തുറവൈ സ്റ്റൈലിൽ എത്തിയിട്ടാണ് ഭഗവാൻ ഇവിടെ വന്നത്. 4 വയസ്സായ 5ാമത്തെ വയസ്സിൽ ഭഗവാന്റെ ഉള്ള കർമ്മഫലം ചെറുതെ ബാക്കി കിടന്നത് തീർത്തു. ഭഗവാന്റെ ഗുരു തീർത്തു. പിന്നെ അദ്ദേഹത്തിന് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല. പിന്നെ അങ്ങ് നന്നാക്കാൻ ഇറങ്ങി. പിന്നെ അങ്ങ് ലോകത്ത് ഓരോ സ്ഥലത്ത് പോയി ആളുകളെ നന്നാക്കി അവസാനം ബന്ധപ്പെട്ട സ്ഥലമാണ്. അതും ഹിമാലയ പരിക്രമത്തിന് ശേഷം. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ ചെറിയ പ്രായത്തിൽ ഹിമാലയ പരിക്രമം എല്ലാം പൂർത്തീകരിച്ച്. അത് ഹിമാലയ പരിക്രമം ഇപ്പൊ മാത്രമല്ല സാർ,
ഒരിക്കൽ ഭഗവാനുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഹിമാലയത്തിൽ പോയി, എല്ലാം കൂടി 12 പ്രാവശ്യം പോയി ഹിമാലയത്തിൽ. അപ്പോൾ ഈ ഹിമാലയ യാത്ര ചെയ്ത് അടുത്ത എപ്പിസോഡുകളിലായി ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണാം.